കത്തോലിക്ക സഭയും CPM-ഉം തമ്മിലുള്ള പോര് മുറുകുന്നു. പണ്ടിത് ഉണ്ടായിരുന്നു, നേരത്തെ മുമ്പൊരിക്കൽ ഇത് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ യഥാർത്ഥത്തിൽ കുറേ നാളായിട്ട് ഇല്ലാതിരിക്കുകയായിരുന്നു. പക്ഷേ ഈ അടുത്ത സമയത്ത് അത് വീണ്ടും ഉദയം ചെയ്തിരിക്കുന്നു. അത് നമ്മുടെ മാർ പാംപ്ലാനി എന്ന് പറയുന്ന ഒരു ബിഷപ്പ്, അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയാറുണ്ട്. അദ്ദേഹം ഒരു ദിവസം ഒരിക്കൽ വിളിച്ചു പറഞ്ഞതാണ്, വളരെ BJP-ക്കാർക്ക് ഇവിടെ MP ഇല്ലാതിരിക്കുകയല്ലേ, ഞങ്ങൾ ഒരു MP ഉണ്ടാക്കി തരാം, പക്ഷേ റബ്ബറിൻ്റെ വില 300 രൂപ ആക്കണം. അപ്പോൾ ഒരു കിലോ റബ്ബറിന് 300 രൂപ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വോട്ട് ഇതേപോലെ അവർക്ക് കൊടുത്തിട്ട് ഒരു MP-യെ ശരിയാക്കി കൊടുക്കാം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം. അങ്ങനെ ആയിരുന്നു. ഒരുപാട് ആരോപണങ്ങൾ വിളിച്ചു വരുത്തിയ, ഒരു വിമർശനങ്ങൾ വിളിച്ചു വരുത്തിയ ഒരു പ്രഖ്യാപനമാണ് നടന്നത്. അത് പൊക്കോട്ടെ, സാരമില്ല, അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചായ്വ്. യഥാർത്ഥത്തിൽ ഈ സഭ ജനങ്ങളുടെ ആത്മീയ കാര്യങ്ങൾ നോക്കുന്നതല്ലാതെ രാഷ്ട്രീയ കാര്യങ്ങൾ നോക്കേണ്ട കാര്യം അവർക്കുണ്ടോ? ഈ പൗരോഹിത്യം കൊണ്ടു നടക്കുന്ന ആളുകൾ, അവർ ഏത് വിഭാഗത്തിലെ ആയാലും, ഇപ്പോൾ ഹിന്ദുവിൻ്റെ ആയാലും ക്രിസ്ത്യാനികളുടെ ആയാലും മുസ്ലിങ്ങളുടെ ആയാലും, അവർ ജനങ്ങളുടെ ആത്മീയ കാര്യങ്ങൾ നോക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് കടന്നു കയറേണ്ട കാര്യമുണ്ടോ അവർക്ക്? ഇപ്പോൾ ഇനി അദ്ദേഹം ഇലക്ഷൻ മത്സരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ബിഷപ്പ് പാംപ്ലാനി. ഏതായാലും ഓരോരോ പണികൾ അങ്ങ് ഇറക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഉത്തരേന്ത്യൻ സംസ്ഥാനത്ത് 2 കന്യാസ്ത്രീകളെ പിടിച്ചിട്ടല്ലോ. ആ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യപ്പെട്ട് അവർ ജയിലിൽ അടയ്ക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ ഈ കത്തോലിക്ക സമൂഹം, അവരുടെ ആ സമൂഹമൊക്കെ, അത് അവരുടെ നേതൃത്വം ഒക്കെ ഇതിനെതിരെ ഒരുപാട് പ്രതികരിച്ചതാണ്. അതിനെ ഒരുപാട് വിമർശിക്കുകയൊക്കെ ചെയ്തു. ഈ മാർ പാംപ്ലാനി ഉൾപ്പെടെ അതിനെ വിമർശിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടി. ഛത്തീസ്ഗറിൽ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയത് നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൊടുത്തതാണോ, അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി കൊടുത്തതാണോ? ഒന്നുമല്ലല്ലോ. പക്ഷേ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ, അതായത് CPM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സമൂഹം ഒന്നാകെ, അതായത് BJP, അതുപോലെ തന്നെ CPM, അതുപോലെ തന്നെ കോൺഗ്രസ് തുടങ്ങിയ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും, കേരള കോൺഗ്രസ് ഉൾപ്പെടെ അവിടെ നേരെ ചെന്ന് നമുക്ക് അമിത്ഷായെ, നമ്മുടെ ആഭ്യന്തരമന്ത്രിയെ പോയി കണ്ടു, സങ്കടം പറഞ്ഞു, ഇതിങ്ങനെ ചെയ്തു, അവിടെ പിടിച്ചിട്ടേക്കുന്നു എന്നൊക്കെ. അവർ പറയാൻ കാര്യം എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ ഒന്ന് ചിന്തിച്ചാൽ അവർക്കതിന് മറുപടി കാണും. ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം, അതായത് ഛത്തീസ്ഗഡ് സംസ്ഥാനത്തെ രാഷ്ട്രീയ നേതൃത്വത്തിനോടൊപ്പം ഇതൊന്ന് പറഞ്ഞിട്ട് ഇവരെ ഇങ്ങനെ ശല്യം ചെയ്യരുത്, അവിടുത്തെ രാഷ്ട്രീയ കളിയാണ് ഇവരെ അകത്താക്കിയതെന്നും, അങ്ങനെ പോലീസിനെ ഉപയോഗിച്ച് അതങ്ങനെ ചെയ്യരുത് എന്നും, അതായത് ബജ്റംഗി ദൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഭാഗമാണല്ലോ, അവരുടെ ഭരണത്തിൻ്റെ ഭാഗമാണ്. രാഷ്ട്രീയ സംഘടന എന്ന് പറയുന്ന അവർ അല്ലാത്ത സംഘടനയാണെന്നൊക്കെ പറയും. അതൊക്കെ ചുമ്മാ പറയാൻ, അവർക്ക് രാഷ്ട്രീയമൊക്കെ ഉള്ളതാണ്, NDAയുടെ ഭാഗം തന്നെയാണ്. അപ്പോൾ അവരെ ഒന്ന് പറഞ്ഞ് ഒതുക്കി ഇവർക്കെതിരെയുള്ള അക്രമങ്ങൾ അവസാനിപ്പിക്കാനും, ഇതുപോലുള്ള ഇല്ലാത്ത ആരോപണങ്ങൾ ഇത് മാറ്റി ആ അന്വേഷണം ശരിയായ രീതിയിൽ ഒന്ന് മാറ്റിവിടാനും വേണ്ടിയായിരിക്കാം ഈ അഭ്യർത്ഥന നടത്തിയത്. അപ്പോൾ അതിനുശേഷം എന്താണ് പ്രഖ്യാപനം വന്നേക്കുന്നത്? ഇവിടെ രാജീവ് ചന്ദ്രശേഖറും അതുപോലെ തന്നെ BJP നേതാക്കളൊക്കെ പറഞ്ഞു, അത് ആഭ്യന്തരമന്ത്രിയെ കണ്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രി പറഞ്ഞിട്ടുണ്ട് അതിൽ ഇടപെടും, അവർക്ക് ജാമ്യം ലഭിക്കാനുള്ള എല്ലാ മാർഗങ്ങളും ചെയ്യും. ജാമ്യം കൊടുക്കേണ്ടത് ആഭ്യന്തരമന്ത്രി അമിത്ഷായാണോ അവർക്ക് ജാമ്യം കൊടുക്കേണ്ടത്? അവർക്ക് ജാമ്യം കൊടുത്തത് അവരാരെങ്കിലും ആണോ? അല്ല. അപ്പോൾ പറഞ്ഞത് എന്താ, അവിടെ അത് ഒപ്പോസ് ചെയ്യത്തില്ല, ബെയിൽ ഒപ്പോസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവും. ദ സ്റ്റേറ്റ് ഹാസ് നോ ഒബ്ജെക്ഷൻ ഇൻ ഗ്രാൻഡിങ് ബെയിൽ. അതായത് സ്റ്റേറ്റിന് യാതൊരു തടസ്സങ്ങളുമില്ല, ഒരു തടസ്സവാദങ്ങളും ഇല്ല ഇവർക്ക് ജാമ്യം കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കൺസീഡ് ചെയ്തതാണെന്ന്. നേരെ മറിച്ച് അവിടുത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞെന്തുവാ കോടതിയിൽ, അതായത് അന്വേഷണം പ്രാരംഭ ദിശയിലാണ്, അതുകൊണ്ട് ജാമ്യം കൊടുക്കാൻ പാടില്ല. ഇതിങ്ങനെ, ഞാൻ ഇത്രയും വർഷം ജഡ്ജിയായിട്ടിരുന്ന ആളാണ്. അപ്പോൾ
എൻ്റെ അടുത്താണ് ഇങ്ങനെ ഒരാൾ പറയുന്നെങ്കിൽ, ഇത്രയും വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 23 വർഷം ജഡ്ജിയായിട്ട് സേവനം അനുഷ്ഠിച്ച ആളാണ്. ഈ ബെയിലിനെ കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാം. ഏറ്റവും കൂടുതൽ ബെയിൽ ഓർഡറും ഒക്കെ കൈകാര്യം ചെയ്തിട്ടുള്ള ആളാണ്. ഇതുപോലൊരു പ്രോസിക്യൂട്ടർ വന്ന് പറയാം ഇത്രയും കഠിനമായിട്ടുള്ള വകുപ്പ് ചുമത്തേക്കുന്ന ഒരു കേസ്, അതായത് ഈ ഇത് ഈ ഇതിനകത്ത് മനുഷ്യക്കടത്തുണ്ട്, നിർബന്ധിത മതപരിവർത്തനമുണ്ട്. നിർബന്ധിത മതപരിവർത്തനം നിൽക്കുന്നില്ലെന്നായപ്പം പോലീസ് തന്നെ അവിടുന്ന് ആ മനുഷ്യക്കടത്തും കൂടെ അങ്ങ് ആരോപിച്ചു, ഹ്യൂമൻ ട്രാഫിക്കിംഗ്. ആ ഒഫൻസിന് ഇത് ഞാൻ പറഞ്ഞില്ലേ, ജീവപര്യന്തം വരെ തടവ് കിട്ടാവുന്ന ശിക്ഷ കിട്ടാവുന്ന ഒഫൻസാണ്. അപ്പം ആ രീതിയിൽ അങ്ങോട്ട് തർക്കിച്ച പറഞ്ഞ ഇപ്പം എന്താ അങ്ങനെയുള്ള ഒരാൾ പറഞ്ഞെന്നിരിക്കട്ടെ, പ്രോസിക്യൂട്ടർ പറയുക, വാട്ട് ഡു യു സേ? നോ, ഐ ഒപ്പോസ്. അതായത് ഇൻവെസ്റ്റിഗേഷൻ ഈസ് ഇൻ ദ പ്രിലിമിനറി സ്റ്റേജ്, ദെയർഫോർ ദേ ആർ നോട്ട് എൻടൈറ്റിൽഡ് ടു ബി എൻലാർജ്ഡ് ഓൺ ബെയിൽ. അതായത് അന്വേഷണം പ്രാരംഭ ദിശയിലാണ്, അതുകൊണ്ട് അവർക്ക് ജാമ്യത്തിന് അർഹതയില്ല എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ കോടതികൾ കൊടുക്കുകയല്ല, ജാമ്യം കൊടുക്കത്തില്ല. അപ്പോൾ ഇത് ഒപ്പോസ് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് ഇതാണ് യഥാർത്ഥ ഒബ്ജക്ഷൻ ഈ പറഞ്ഞത്. അല്ലാതെ വേറെ അവർ കന്യാസ്ത്രീകളാണ്, അതുകൊണ്ട് അവർക്ക് ജാമ്യത്തിന് അർഹതയില്ല എന്നുള്ളതൊന്നുമല്ല തർക്കം. പറഞ്ഞേക്കുന്നത് ഇതാണ്, ഇവർ ഇതുപോലെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒഫൻസ് അതിൻ്റെ പ്രാരംഭ ദശയിലാണ് ഇൻവെസ്റ്റിഗേഷൻ ആയത്, അത് ഇൻവെസ്റ്റിഗേഷൻ പ്രിലിമിനറി സ്റ്റേജാണ്, അതുകൊണ്ട് ജാമ്യം കൊടുക്കാൻ പാടില്ല. ഇതാണ് അത് പറഞ്ഞത്. അതാണ് ശരിയായ ഒബ്ജക്ഷനും പറഞ്ഞതാണ്. എന്നിട്ടും ആ കോടതി കൊടുത്തു. ആ കോടതി ജാമ്യം കൊടുത്തത് എന്താണെന്നറിയോ? ഇത് അയാളുടെ ശരിയായ ജുഡീഷ്യൽ മൈൻഡുള്ള ഒരു ജഡ്ജി ആയിരുന്നേ, അതുകൊണ്ടാണ്. കാരണം ഇത് കള്ളക്കേസാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായതുകൊണ്ടാണ് ജാമ്യം കൊടുത്തത്. അതല്ലാതെ ഇവിടുത്തെ BJPയുടെയും മാർക്സിസ്റ്റിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒന്നും ഇതുകൊണ്ടല്ല ഈ ബെയിൽ കിട്ടിയത്. അവർക്ക് ബെയിൽ കിട്ടിയത് നീതി ബോധമുള്ള ഒരു ന്യായാധിപൻ അവിടെ ഇരുന്നത് കൊണ്ട് അയാൾക്ക് മനസ്സിലായി, ഇത് അയാളുടെ നാട്ടുകാരനാണല്ലോ, അയാൾക്ക് മനസ്സിലായി ഇത് റെക്കോർഡ് കണ്ടപ്പോൾ ഇത് മുഴുവൻ കള്ളത്തരാണെന്ന്, കള്ളക്കേസാണെന്ന് മനസ്സിലായതുകൊണ്ട് ജാമ്യം കൊടുത്തതാണ്. അല്ലാതെ ഇവിടെ അമിത്ഷാ ഇപ്പം BJPക്കാർ പറയുന്നതനുസരിച്ച് നമ്മൾ അങ്ങോട്ട് കേട്ട് നോക്കിക്കഴിഞ്ഞാൽ അമിത്ഷാ വിളിച്ച് ആ ജഡ്ജി എടുത്ത് പറയുന്നു ജാമ്യം കൊടുക്കാൻ. പറഞ്ഞാൽ പോടേ പോലെ എന്ന് പറയും. എൻ്റെ അടുത്തൊരു രാഷ്ട്രീയക്കാരൻ ഇന്നുവരെ പറഞ്ഞിട്ടില്ല, ഒന്നും ആവശ്യപ്പെട്ടിട്ടുമില്ല. ഞാൻ ഇരിക്കുമ്പോൾ ആവശ്യപ്പെട്ട വിവരം അറിയും. അപ്പോൾ ഇത് നമ്മൾ ഒന്ന് മനസ്സിലാക്കണം. ആ ജഡ്ജി ഒരു നീതിബോധമുള്ള ഒരു ന്യായാധിപനായതുകൊണ്ടാണ് ജാമ്യം കൊടുത്തത്. അല്ലാതെ ഇവിടുത്തെ രാഷ്ട്രീയക്കാരും പറഞ്ഞ് ജാമ്യം കിട്ടിയൊന്നുമല്ല. എന്നിട്ട് അത് ഞങ്ങൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം ചെയ്തു, എല്ലാം റെഡി, കാരണം ഇവരെ പിടിച്ച് അകത്തിട്ടു, ഇതെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇവിടെ കൊണ്ടുപോയി പാംപ്ലാനി എന്തെന്നറിയോ, നമ്മുടെ ആഭ്യന്തരമന്ത്രിക്കും അതുപോലെ തന്നെ പ്രധാനമന്ത്രിക്കും ഒക്കെ ഒരുപാട് നന്ദി അങ്ങ് പ്രകടിപ്പിച്ചു ജാമ്യം കിട്ടിയതിന്. ജാമ്യം കിട്ടിയതിന് ഇവരാരും ഒന്നും ചെയ്തതല്ല. ബഹുമാന്യനായ പാംപ്ലാനി പിതാവേ, ജാമ്യം കിട്ടിയത് ആ ജഡ്ജിക്ക് നീതിബോധമുള്ളതുകൊണ്ട് ജാമ്യം കൊടുത്തതാണ്. അല്ലാതെ വേറെ ആരും ഒന്നും ചെയ്തതല്ല. ഇവിടുത്തെ ഒരു രാഷ്ട്രീയക്കാരനും ഒന്നും ചെയ്തുകൊണ്ടല്ല ജാമ്യം കിട്ടിയത്. അവിടുത്തെ മുഖ്യമന്ത്രി ഒന്നും പറഞ്ഞില്ലല്ലോ, പോലീസിൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ല. അവിടെ ഇപ്പോഴും ഇവർക്കെതിരാണ്. അതിൽ പിന്നെ അടി ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഇവിടുത്തെ അച്ഛന്മാരെല്ലാം കൂടെ കൊണ്ടുപോയി കേക്ക് കൊടുത്തു. ആ കേക്ക് കൊടുത്തതിൻ്റെ പിറ്റേന്നാ ഒഡീഷയിൽ ഇഷ്ടംമാതിരി പോതിരെ കിട്ടിയത് വാങ്ങിച്ചു എന്നുണ്ട്. ഇത് ആണ്. അപ്പോൾ ശ്രീ MV ഗോവിന്ദൻ അദ്ദേഹം ഈ മാർ പാംപ്ലാനിയെ ക്രിട്ടിസൈസ് ചെയ്തു. ശരിയാണ് ഈ പറഞ്ഞത്, അതായത് ഈ കാര്യങ്ങൾ മാറി മാറി പറയുന്ന ആളാണ് എന്നുള്ള രീതിയിലുള്ള വർത്തമാനമൊക്കെ പറഞ്ഞു. അതിന് പറഞ്ഞതിന് സഭയുടെ ഒരു വക്താവ് ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതായത് ഗോവിന്ദച്ചാമിയെ പോലെ MV ഗോവിന്ദൻ സംസാരിക്കരുതെന്ന്. ഈ ഗോവിന്ദച്ചാമി എന്ന് പറഞ്ഞാൽ ആരാണെന്ന് അയാൾക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ടാണോ? അല്ലല്ലോ. കേരളത്തിലെ സമുന്നതനായ ഒരു രാഷ്ട്രീയ നേതാവാണ് ശ്രീ MV ഗോവിന്ദൻ. സഖാവ് MV ഗോവിന്ദൻ എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രബലമായ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. അദ്ദേഹം സംസാരിച്ചു, അദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്തു. ശരിയാണ്, അത് അദ്ദേഹത്തിൻ്റെ ജോലിയാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള കാഴ്ചപ്പാടിലുള്ള നിരൂപണമാണ്, വിമർശനമാണ് അദ്ദേഹം നടത്തിയത്. ഈ പറയുന്നത് ശരിയല്ല, ഇങ്ങനെ ചെയ്തുകൊണ്ടല്ല എന്ന് പറഞ്ഞു. പറഞ്ഞപ്പോൾ ചിലപ്പോൾ കുറച്ച് അതിരുവിട്ട് കാണും, അത് ശരിയാണ്. പക്ഷേ എത്ര വിട്ടാലും ശരി, ഈ ഒരു ആതുര ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുന്ന ആത്മീയത നോക്കുന്ന ഒരച്ഛൻ നിന്ന് വിളിച്ചു പറയുകയാണ് കേട്ടോ, ഗോവിന്ദച്ചാമിയെ പോലെ ആവരുത് MV ഗോവിന്ദൻ. ഇത് തമ്മി എന്തോ ഗോവിന്ദച്ചാമിയും MV ഗോവിന്ദനെയും തമ്മി ഈ താരതമ്യം ചെയ്യാൻ ഉള്ള കാര്യം എന്താണ്?
സഖാബ് എം വി ഗോവിന്ദൻ ഏതെങ്കിലും പെണ്ണിനെ പിടിക്കാൻ പോയിട്ടുണ്ടോ? അങ്ങനെ രാഷ്ട്രീയ അച്ഛനുണ്ടോ? അല്ലെങ്കിൽ അദ്ദേഹം ഏതെങ്കിലും കേസിൽ ഇതുപോലുള്ള ഈ ബലാത്സംഗ കേസിൽ പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാമായിരുന്നു ഗോവിന്ദച്ചാമിയെ പോലെ ആവരെന്ന്. ഇത്രയും വലിയ അധമ പ്രവൃത്തി ചെയ്ത് ഒരു കൊലപാതകം നടത്തി. അതുപോലെ എം വി ഗോവിന്ദൻ ആരെങ്കിലും കൊന്നിട്ടുണ്ടോ? അപ്പം ഇത്രയും വലിയ ഒരു കൊലപാതകം നടത്തി ഒരു യഥാർത്ഥത്തിൽ ആ കുട്ടിയെ ബലാത്സംഗത്തിലൂടെ കൊന്ന് ഇത്രയും കാര്യങ്ങൾ ചെയ്ത ഒരു പ്രതി, ഒരു ജയിലിയാടിയ പ്രതി, അയാളെയാണ് ആയിട്ടാണ് ശ്രീ സഖാബ് എം വി ഗോവിന്ദനെ ഈ അച്ഛൻ താരതമ്യപ്പെടുത്തത്. നാണമില്ലേ നിങ്ങൾക്കൊക്കെ ഇതൊക്കെ വിളിച്ച് പുലമ്പാൻ? ഇതൊക്കെയാണോ പറയേണ്ടത് സമൂഹത്തിൽ? സഖാബ് എം വി ഗോവിന്ദൻ എവിടെ ഇരിക്കുന്നു? ഗോവിന്ദച്ചാമി എവിടെ ഉണ്ട്? അപ്പം ഇത് ആണോ നിങ്ങൾ പറയേണ്ടത്? ആ പറഞ്ഞത് തെറ്റാണ്, ഈ പറഞ്ഞത് ശരിയല്ല. ഒരുപാട് ക്രിറ്റിസിസം രാഷ്ട്രീയക്കാരും നമ്മുടെ മുഖ്യമന്ത്രി എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. അത് പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ആ രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് സഖാബ് എം വി ഗോവിന്ദൻ അത്ര മോശമായ പദങ്ങളൊന്നും ഉപയോഗിച്ചില്ല. എന്നാലും അതിനെതിരെ ഇനി അദ്ദേഹം ഉപയോഗിച്ചെന്നിരിക്കട്ടെ, ഈ ഭാഷ ഒരച്ഛന് ഭൂഷണമാണോ? നിങ്ങളൊന്ന് ചിന്തിക്കണം. അതാണ് വേണ്ടത്.